ഹായ് ഗായസ് ഗലിബ്രോ നോടി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിങ്ങിൻ്റെ അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 11 മത്സരാർത്ഥികളാണുള്ളത്. ഈ 11 മത്സരാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാകത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്ന് വോട്ട് ചെയ്യുന്നതും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള എല്ലാ ന്യൂസും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് രാവിലെ 11 മണി റോഡ് കൺസൾട്ടിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് തരംഗം തന്നെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മത്സരാർത്ഥികളിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് അനീഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നുണ്ട്. ഇപ്പോൾ 43,211 കൂറ്റം വോട്ട് നേടി 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസിൻ്റെ പൊസിഷനും യാതൊരു മാറ്റവുമില്ല. നല്ലൊരു വോട്ടിംഗ് പ്രകടനം തന്നെ ഷാനവാസിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. 28,123 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി വേദലക്ഷ്മി കയറി വന്നിരിക്കുകയാണ്. ആദിലയെ അട്ടിമറിച്ചുകൊണ്ടാണ് വേദലക്ഷ്മി വീണ്ടും 3ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 21,800 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ ജിസേലിൻ്റെ അട്ടിമറിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ആദിലയെ അട്ടിമറിച്ചുകൊണ്ടാണ് ജിസേൽ 4ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 20,877 വോട്ട് നേടിയാണ് 4ാം പൊസിഷനുള്ളത്. 5ാം പൊസിഷനിലേക്ക് ആദില വീണുപോയിരിക്കുകയാണ്. ആദിലയുടെ പ്രേക്ഷക പ്രീതി നഷ്ടപ്പെട്ടതിൻ്റെ സൂചനയാണിത്. വോട്ടിങ്ങിന് നല്ലൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 20,799 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ അക്ബർ തകർന്നു പോയിരിക്കുകയാണ്. നേരത്തെ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ പിന്നിലേക്ക് വരികയാണ്. 6ാം പൊസിഷനിലേക്ക് വീണുപോയി. 20,656 വോട്ടാണ് നേടിയിരിക്കുന്നത്. 7ാം പൊസിഷനിൽ ജിഷിൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു മാറ്റവുമില്ലാണ്ട് ജിഷിൻ തുടരുകയാണ്. ഒരു സേഫ് സോണിലേക്ക് മാറുന്ന ഒരു വോട്ടിംഗ് പ്രകടനമാണ്. 18,999 വോട്ട് നേടി 7ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 8ാം പൊസിഷനിൽ ആര്യൻ ഖത്തുറിയയാണ് തുടരുന്നത്. ആര്യൻ ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പ്രകടനം നടത്തുന്നുണ്ട് വോട്ടിങ്ങിൽ. ഈ തവണ സേവ് ആകാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം. 18,788 വോട്ട് നേടി 8ാം പൊസിഷനാണുള്ളത്. 9ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണുള്ളത്. ബിന്നി സെബാസ്റ്റ്യൻ പിറകിലോട്ട് ഇപ്പോൾ വീണുപോയതാണ്. നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ആര്യനുമായിട്ട് നടത്തിയിരുന്നത്. ഇപ്പോൾ 12,455 വോട്ട് നേടി 9ാം പൊസിഷനാണുള്ളത്. 10ാം പൊസിഷനിൽ സാബുമാൻ കയറി വന്നിട്ടുണ്ട്. സാബുമാൻ ഇപ്പോൾ ഒരു നല്ലൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ട്. 18,001 വോട്ട് നേടിയാണ് 10ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. 11ാം പൊസിഷനിലേക്ക് അഭിലാഷ് വീണുപോയിരിക്കുകയാണ്. അഭിലാഷാണ് ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥി. വോട്ടിങ്ങിൽ നല്ലൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. 17,899 വോട്ട് മാത്രം നേടി 11ാം പൊസിഷനിൽ നിന്ന് ഡേഞ്ചർ സോണിലായി തുടരുകയാണ്.